നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് ശനിയാഴ്ച കാണാതായ 6 വയസ്സുകാരന്റെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു. പക്ഷെ മരണത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇതുവരെയും ദുരൂഹതകൾ നീക്കാൻ സാധിച്ചിട്ടില്ല. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് 2022 സമാനമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിലേക്കാണ് ദുരൂഹതകൾ നീങ്ങാതെ നിൽക്കുന്ന ഒരു 13 മണിക്കൂർ. എന്താണ് ആ സംഭവമെന്ന് നോക്കാം. 2022 ജൂൺ 10 കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ നിന്ന് കാണാതായ 2 വയസ്സുകാരനെ പിറ്റേ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. കുട്ടിയെ കാണാതായ 13 മണിക്കൂറിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല. എന്താണ് ആ 13 മണിക്കൂറിൽ സംഭവിച്ചത്? ഈ 13 മണിക്കൂർ ഈ കുട്ടി എവിടെയായിരുന്നു? ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ദുരൂഹമായി തന്നെ തുടരുകയാണ്. ജൂൺ 10 വൈകിട്ടാണ് അഞ്ചൽ തടിക്കാട് കാഞ്ഞിരത്തറ ഭാഗത്ത് നിന്ന് 2 വയസ്സുകാരൻ മുഹമ്മദ് അഫ്രാനെ കാണാനില്ല എന്ന ഒരു വിവരം വരുന്നത്. പിന്നാലെ നാടൊട്ടാകെ ആ വാർത്ത പടരുന്നു. എല്ലാവരും കുട്ടിയെ അന്വേഷിക്കുന്നു. കുട്ടി എവിടെയെന്ന ആശങ്കകൾ ഉയരുന്നു. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും 100 കണക്കിന് നാട്ടുകാരും ചേർന്ന് തിരയുന്നു. പക്ഷെ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. റബ്ബർ തോട്ടങ്ങൾ നിറഞ്ഞ പ്രദേശത്തെ വെളിച്ചക്കുറവ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, ഇതെല്ലാം തിരച്ചിലിന് വലിയ രീതിയിൽ വെല്ലുവിളി തീർത്ത് ഈ ഘടകങ്ങളെല്ലാം വലിയ വെല്ലുവിളിയാണ് തിരച്ചിലിന് സൃഷ്ടിച്ചത്. പക്ഷെ പിറ്റേ ദിവസം നാടകീയമായ ചില സംഭവ വികാസങ്ങൾ ആ നാട്ടിൽ അരങ്ങേറുന്നു. ആരായിരുന്നു മുഹമ്മദ് അഫ്രാൻ? കാഞ്ഞിരത്തറ കൊടിഞ്ഞമൂല പുത്തം വീട്ടിൽ അൻസാരിയുടെയും ഫാത്തിമയുടെ മകനായിരുന്നു മുഹമ്മദ് അഫ്രാൻ. ഈ കുട്ടിയാണ് കാണാതായത്. കുട്ടി കാണാതാകുമ്പോൾ 2 വയസ്സായിരുന്നു പ്രായം. കുട്ടിയുടെ പിതാവ് വിദേശത്ത്. അഫ്രാനെ മുത്തശ്ശിയുടെ അടുത്ത് നിർത്തിയ ശേഷം അമ്മ ഫാത്തിമ മൂത്ത കുട്ടിയുമൊത്ത് തൊട്ടടുത്ത പുരയിടത്തിൽ പോയി. ഇതിന് പിന്നാലെയാണ് കുട്ടിയെ കാണാതാകുന്നത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഫാത്തിമ തിരികെ ഓടിയെത്തി. പക്ഷെ അഫ്രാനെ കാണാൻ സാധിച്ചില്ല. അതായത് കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് അമ്മ വരുന്നത്. പക്ഷെ കുട്ടിയെ അവിടെയൊന്നും കാണുന്നില്ല. തുടർന്ന് നാട്ടുകാർ മൊത്തം അറിയുന്നു. അവർ മുഴുവൻ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എവിടെയാണ് കുട്ടി? 13 മണിക്കൂറോളം നീണ്ട 13 മണിക്കൂർ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. പക്ഷേ ആ കുട്ടി എവിടെയാണെന്ന്, ഈ കുഞ്ഞ് അഫ്രാൻ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ പിറ്റേ ദിവസം വളരെ ആശ്വാസകരമായിട്ട് ആ കുട്ടിയെ ഒരു റബ്ബർ തോട്ടത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. ഒരു രാത്രി മുഴുവൻ നാട്ടുകാർ ഒന്നാകെ തിരഞ്ഞിട്ടും കാണാത്ത അഫ്രാനെ പിറ്റേന്ന് രാവിലെ 7 മണിക്ക് വീടിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിലാണ് കണ്ടെത്തിയത്. നമുക്കറിയാം, ഒരു കുട്ടിയെ കാണാതാകുമ്പോൾ ഇത്രയും 13 മണിക്കൂറോളം അന്വേഷണം നടത്തുമ്പോൾ കുന്തം പോയാലും കുളത്തിൽ തപ്പണമെന്ന് പറയുന്നത് പോലെ നാടരിച്ചു പിറക്കിയാണ് അന്വേഷണം നടന്നത്. ഈ 13 മണിക്കൂറിലൊന്നും വീടിന് തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ അവിടെ അടക്കം അന്വേഷണം നടത്തുന്നു. പക്ഷേ ആ കുട്ടിയെ കണ്ടെത്തിയില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെയാണ് ഈ റബ്ബർ തോട്ടത്തിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുന്നത്. അഫ്രാന്റെ വീടിന് പിന്നിലായി ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ദൂരം റബ്ബർ തോട്ടമാണ്. ഇവിടെ എത്തിയ ടാപ്പിംഗ് തൊഴിലാളിയാണ് അഫ്രാനെ ഇവിടെ നിന്നും കണ്ടെത്തിയത്. കുട്ടിയെ കണ്ടെത്തുമ്പോൾ കുട്ടിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 24 മണിക്കൂർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിരീക്ഷണത്തിന് ശേഷമായിരുന്നു വീട്ടിലേക്ക് കുട്ടിയെ പറഞ്ഞയച്ചത്. ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യം, അഫ്രാനെ തിരികെ കിട്ടിയെങ്കിലും കാണാതായ സംഭവത്തിന് പിന്നിലെ ദുരൂഹത. പകല് പോലും ആളുകൾ ഒറ്റയ്ക്ക് പോകാൻ മടിക്കുന്ന വളരെ വിജനമായ, വളരെ ഭയാനകമായ ഒരു റബ്ബർ തോട്ടത്തിൽ ഒരു രാത്രി മുഴുവൻ ആ കുട്ടി ഒറ്റയ്ക്ക് എങ്ങനെ കഴിഞ്ഞു? അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇന്നും ആ സംഭവം കേൾക്കുന്നവർക്ക്, പ്രത്യേകിച്ച് നാട്ടുകാർക്കാവുമ്പോൾ ആ ഒരു പ്രദേശം എങ്ങനെയുള്ളതാണ് എന്ന് അറിയാമല്ലോ. വീടിനു പിന്നിലെ ചെങ്കുത്തായി കിടക്കുന്ന പ്രദേശത്തു കൂടി 400 മീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് 2 വയസ്സുകാരൻ രാത്രി ഒറ്റയ്ക്ക് നടന്നെത്തുമോ എന്നതും അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയൊരു സംശയം തന്നെയാണ്. അഫ്രാനെ കണ്ടെത്തിയ അതേ സ്ഥലത്ത് രാത്രി 11 മണിക്ക് 3 സംഘങ്ങളായി തിരിഞ്ഞാണ് നാട്ടുകാർ തിരച്ചിൽ നടത്തിയത്. അപ്പോൾ എത്രത്തോളം ഒരു തിരച്ചിലിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു പൊട്ടക്കിണറുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ പരിശോധന നടത്തി. പക്ഷെ ആ സമയത്ത് കുട്ടി അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നില്ല, മറ്റ് ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. കുട്ടിക്ക് വേണ്ടി നാട്ടുകാർ തിരച്ചിൽ നടത്തുമ്പോൾ പ്രദേശത്ത് രാത്രി മുഴുവൻ കനത്ത മഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴയും വലിയൊരു വെല്ലുവിളിയാണ് തീർത്തത്. മഴയുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ, ശബ്ദകോലാഹലങ്ങൾ, അത് കുട്ടിയുടെ കരച്ചിലിനെ മൂടിയതാണോ എന്ന സംശയം നിലവിൽ ഉയരുന്നുണ്ട്. രാത്രി മുഴുവൻ ശക്തമായ മഴയുണ്ട്. 13 മണിക്കൂറോളം ആ കുട്ടിയെ കാണാതാകുന്നു. പക്ഷേ കുട്ടിയെ കണ്ടെത്തുന്ന സമയത്ത് ഈ കുട്ടിയുടെ ദേഹത്ത് ഒരല്പം പോലും നനവുണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് പേരിന് മാത്രമേ നനവുണ്ടായിരുന്നുള്ളൂ. പെരുമഴയിൽ തോട്ടത്തിൽ
കഴിയേണ്ടി വരുന്ന ഒരാളുടേതുപോലെ ആയിരുന്നില്ല കുട്ടിയുടെ ദേഹത്തുള്ള നനവ്. ഇതോടെ കുട്ടിയെ മറ്റെവിടുന്നോ രാവിലെ തോട്ടത്തിൽ എത്തിച്ചതാണെന്ന് സംശയം ശക്തിപ്പെടുകയായിരുന്നു. പക്ഷേ ഈ സംശയങ്ങളെല്ലാം ഇന്നും ഒരു ചുരുളറിയാതെ, ഉത്തരം കിട്ടാതെ, എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ഈ സംശയങ്ങൾ, ഈ ചോദ്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ അലയടിക്കുകയാണ്. പോറൽ പോലും ഏൽക്കാതെ അഫ്രാനെ തിരിച്ചു കിട്ടിയതിൽ നാട്ടുകാരും വീട്ടുകാരും ആശ്വാസത്തിലാണ്, സന്തോഷത്തിലാണ്. പക്ഷേ പാലക്കാട്ട് കാണാതായ 6 വയസ്സുകാരൻ സുഹാന്റെ മരണം നാടിനെ ഒന്നാകെ വളരെയധികം വേദനയിലാഴ്ത്തിയിരിക്കുകയാണ്. സുഹാന്റെ മരണത്തിലെ ദുരൂഹതയുടെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ പോലീസായിരിക്കുന്നത്. ഒരു നാടിന്റെ തിരച്ചിലും പ്രാർത്ഥനയും ഒക്കെ വിഫലമായിട്ടാണ് രാവിലെ സുഹാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നത്. ശനിയാഴ്ച കാണാതായ 6 വയസ്സുകാരന്റെ മൃതദേഹം വീടിന് 700 മീറ്റർ അകലെയുള്ള കുളത്തിൽ നിന്നുമാണ് ഇന്ന് രാവിലെയോടെ കണ്ടെത്തിയത്. ആമ്പാട്ടുപാളയം എരുമങ്കോട് മുഹമ്മദ് അനസ് തൗഹീദ ദമ്പതികളുടെ ഇളയ മകൻ 6 വയസ്സുകാരൻ സുഹാനെ ഇന്നലെ ഉച്ചയ്ക്ക് 12 മണി മുതലാണ് കാണാതായത്. പ്രദേശത്തെ കുളങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു തുടക്കം മുതൽ പരിശോധന. കഴിഞ്ഞ ദിവസം ഡോഗ് സ്ക്വാഡ് സമീപത്തെ കുളവരമ്പ് വരെ മണം പിടിച്ചെത്തിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധിക്കാൻ തീരുമാനിച്ചു. വീടിന് സമീപത്തായി 5ഓളം ആമ്പൽ കുളങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മൃതദേഹം കണ്ടെത്തിയതാകട്ടെ 700 മീറ്ററോളം അകലെയുള്ള മറ്റൊരു കുളത്തിൽ. നാട്ടുകാർ കുളിക്കാനും വസ്ത്രം അലക്കാനും ഉപയോഗിക്കുന്ന കുളമാണിത്. ഇവിടേക്ക് എങ്ങനെ സുഹാൻ എത്തി? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. സുഹാന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സഹോദരനൊപ്പം വീട്ടിൽ സിനിമ കാണുകയായിരുന്ന സുഹാൻ ഇന്നലെ ഉച്ചയ്ക്കാണ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയത്. സുഹാന്റെ പിതാവ് വിദേശത്താണ്. സ്വകാര്യ സ്കൂളിലെ അധ്യാപികയാണ് മാതാവ്. സംഭവ സമയത്ത് മാതാവ് വീട്ടിലുണ്ടായിരുന്നില്ല. വളരെ വേദനാജനകമായ സംഭവമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.